സർ, അടുത്ത ദിവസം മുതൽ KSRTC ബസ് സ്ത്രീകളെ കൊണ്ട് തിങ്ങി നിറയും. അതെന്താ കാരണം? കാരണം UDF മന്ത്രിസഭ വരികയല്ലേ. അപ്പോൾ ഫ്രീ ഇന്ദിരാ ഗ്യാരണ്ടി. അതെ, ഇന്ദിരാ ഗ്യാരണ്ടി. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കുന്നു. ഇതൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്? ഇതൊക്കെ വല്ലതും നടക്കുമോ? നടക്കണമല്ലോ. നടക്കാത്ത കാര്യങ്ങളല്ല പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അത് തന്നെയല്ല, മറ്റേ എന്താണ് അവരുടെ വലിയ നേതാവായിരിക്കുന്ന മറ്റേ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, രാഹുൽ ഗാന്ധി വന്നിട്ടല്ലേ പറഞ്ഞേക്കണ ഈ തെരഞ്ഞെടുപ്പിന് അയാൾ വന്നപ്പോൾ അയാൾ ഇവിടെ വന്നിരുന്നില്ല എന്നുള്ള കാര്യമായിട്ട് ഒരു പ്രാവശ്യം മറ്റോ വന്നിട്ട് പോയെന്നോ ഇല്ലേ, എവിടെയോ വന്നൊരു പ്രസംഗമൊക്കെ നടത്തിയിട്ട് പുള്ളി അപ്പോൾ അതുകൊണ്ട് പുള്ളി പോയി. അപ്പോൾ അവർ ഇത്രയൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് ഞങ്ങളിത് ചെയ്ത് കാണിച്ചു തരുമെന്നല്ലേ പറഞ്ഞേക്കണ. അപ്പോൾ അത് കൊടുക്കും എന്ന് തന്നെ വേണം കരുതാനായിട്ട്. കാരണം ഈ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഫ്രീ ബി കൊടുത്ത ചരിത്രങ്ങളുണ്ട്. ആദ്യമായിട്ട് തൊഴിലില്ലായ്മ വേതനം കൊടുത്തത് ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്. അത് ഏറ്റവും വൃത്തികെട്ട ഒരു തീരുമാനമാണ്. തൊഴിൽ ചെയ്യുന്നതിന് കാശ് കൊടുക്കണം, തൊഴിൽ ചെയ്യാതിരിക്കുന്നതിന് കാശ് കൊടുക്കരുത്. കാരണം കൂലി എപ്പോഴും വേലക്കനുസരിച്ചിട്ടാണ്. എന്താണോ വേല, ആ വേലക്ക് ആനുപാതികമായിട്ട് മാന്യമായ കൂലി കൊടുക്കണം. ഇതങ്ങനെയല്ല. ഒരു വേലയും ചെയ്യാതെ നിങ്ങൾ നാട്ടിലിരിക്കുക, നിങ്ങൾക്ക് തൊഴിലില്ലായ്മ വേതനം തരും എന്നുള്ളതാണ്. പിന്നെ ഒരു ഗവൺമെൻറ്റിനും എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കാനായിട്ട് സാധ്യമല്ല. തൊഴിൽ ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കാനും യുവാക്കളെ തൊഴിലിലേക്ക് കടത്തിവിടാനോ ഗവൺമെൻറ്റിന് പറ്റുള്ളൂ. അല്ലാതെ ഗവൺമെൻറ്റിന് തൊഴിൽ കൊടുക്കാൻ പറ്റുമോ? ഈ 3.5 കോടി ജനങ്ങൾക്കും തൊഴിൽ കൊടുത്തിട്ട് സ്റ്റേറ്റ് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. സർ, അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് കണ്ണിലുടക്കിയത്, സ്ട്രൈക്ക് ചെയ്തത്. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് ആണ്. ഈ 25 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്. അത് സാധാരണക്കാർക്കാണല്ലോ ഈ ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം കൊണ്ടുവരുന്നത്. ഇപ്പം തന്നെ പല ഇൻഷുറൻസ് പദ്ധതികളും ഒക്കെ ആവിഷ്കരിച്ചതും നടപ്പിലാക്കി പാതി വഴിയിൽ കിടക്കുന്നതും ഒക്കെ ഉണ്ട്. അവിടേക്കാണ് ഈ 25 ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞുകൊണ്ട് UDF വരുന്നത്. അല്ല, അതവർ കൊടുക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നത്. അതെങ്ങനെ? കാരണം ഖജനാവിൽ ഫണ്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അല്ല, ഖജനാവിൽ ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ അക്കാര്യം അവർ തുറന്ന് പറയുകയും ഞങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറയുകയും വേണ്ടി വരില്ലേ? അപ്പോൾ ഈ ഫണ്ട് എങ്ങനെ ഇവർ റേസ് ചെയ്യും? അതെങ്ങനെയാണെന്ന് അവർക്കറിയാൻ പറ്റുമല്ലോ, നമുക്കറിയില്ല. പിന്നെ അത് ഫണ്ട് റേസ് ചെയ്യാൻ ഒരേ ഒരു മാർഗമുള്ളത് എന്താണ്? ടാക്സ് കൂട്ടുക, നികുതി ഇതര വരുമാനം വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് ചെയ്യാവുന്ന കാര്യങ്ങൾ. നികുതിയും നികുതി ഇതര വരുമാനവുമാണ് സർക്കാരിന് ഫണ്ട് കിട്ടാവുന്ന മാർഗങ്ങൾ. ആ നികുതി ഇതര വരുമാനം എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന കാര്യം നമുക്കറിയാം. ഇപ്പം കിഫ്ബി ആവശ്യത്തിലേറെ കടം വരുത്തി വച്ചിട്ടുണ്ട്. 1.5 ലക്ഷം മറ്റോ കോടി രൂപയോ മറ്റോ കടം വരുത്തി വച്ചിട്ടാണ് കിഫ്ബി പോകുന്നത്. അപ്പോൾ ഈ ഫ്രീ ബി കൊടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും? അങ്ങനെ ഫ്രീ ബി കൊടുത്ത് ബാങ്ക്റപ്റ്റായ ഒരു യൂറോപ്യൻ രാജ്യമുണ്ട്. അത് ഫ്രാൻസാണ്. ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ വാർത്ത കണ്ട്, ആ വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോയിട്ട് അത് അന്വേഷിച്ചത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിലെ സർവകലാശാല വിദ്യാർത്ഥികളിൽ 48% പേര് ഉച്ചയ്ക്ക് പട്ടിണി ഇരിക്കുന്നവരാണ്. ഉച്ചഭക്ഷണം കഴിക്കാതിരിക്കുന്നവരാണ് 48% പേര്. എന്താണ് അവർ ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 യൂറോ കൊടുത്ത് ഭക്ഷണം കഴിക്കാനുള്ള വരുമാനമില്ലാത്തത് കൊണ്ട് അവർ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്ത്, അതെന്താണെന്ന് വെച്ചാൽ 1 യൂറോക്ക് വീതം മേടിച്ചുകൊണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന, അത് തന്നെ വലിയ ഒരു ഹ്യൂജ് കടം വന്നു വെക്കാവുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് എത്തും. ഇപ്പം തന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പൊതുകടം എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ എത്രയെന്നറിയാമോ? 3.4 ട്രില്യൺ യൂറോ. ബില്യൺ അല്ല, ട്രില്യൺ യൂറോ. എത്ര വരുമെന്നുള്ള കാര്യം കണക്ക് കൂട്ടാൻ അറിയാവുന്നവരോട് കണക്ക് കൂട്ടി നോക്കുക. അതെത്രയാണെന്ന് വെച്ചാൽ അവിടുത്തെ GDPയുടെ 117% കടമാണ്.
5% ബജറ്റ് കമ്മി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിവർഷം 59 ബില്യൺ യൂറോ പലിശ ഇനത്തിൽ അടക്കണം. ഈ ഫ്രീബി കൊടുത്ത് അവിടുത്തെ സർക്കാർ ചെലവ് എന്ന് പറയുന്നത് മൊത്തം റവന്യൂ വരുമാനത്തിൻ്റെ 57% സർക്കാർ ചെലവിലേക്ക് പോവുകയാണ്. ക്ഷേമ പെൻഷൻ 5-ൽ ഒരാൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പെൻഷൻ പ്രായം ഉയർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ യുവാക്കൾ ഇടപെട്ട കാരണം പെൻഷൻ പ്രായം ഉയർത്താനും കഴിയുന്നില്ല. സാമ്പത്തിക ചെലവ് ചുരുക്കാനുള്ള ഏത് പ്രപ്പോസൽ വന്നാലും എല്ലാ മെമ്പർമാരും കൂടി ചേർന്ന് എതിർക്കും. സാമ്പത്തിക ചെലവ് ചുരുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് പറ്റില്ല. സ്വാഭാവികമായും ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തൊഴിലില്ലായ്മയും കൂടി വരെയാണ്. അങ്ങനെ ഈ ഫ്രീ ബിയിലും വെൽഫെയർ മെഷേഴ്സ് എന്ന നിലക്ക് ആളുകൾക്ക് വാരിക്കോരി പണം കൊടുക്കുന്നതിൻ്റെയും ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ബാങ്കറപ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൽ. നമ്മൾ ഫ്രീ ബി കൊടുക്കണം എന്ന് പറയുമ്പോൾ, സൗജന്യമായിട്ടെല്ലാം എല്ലാവർക്കും എല്ലാം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഈ പ്രശ്നമുണ്ട്. 3000 രൂപ പെൻഷൻ പറയുന്നുണ്ട്. 3000 രൂപ പെൻഷൻ പലരും പറയുകയും ചെയ്തതാണ്. പക്ഷേ ഇത്തരത്തിൽ വളരെയധികം ഫ്രീ ബീസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ സാറ് പറഞ്ഞ ഈ ഒരു വിഷയം കൂടി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇവർ പറഞ്ഞത് ആൻറ്റി റാഗിംഗ് ആക്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞു. മറ്റൊന്ന്, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ. ഇവിടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മുദ്രാ ലോൺ ഉണ്ട് ഉൾപ്പെടെയുണ്ട്. പക്ഷേ ഈ രണ്ട് കൂട്ടരും UDFും LDFും ചേർന്നുകൊണ്ട് ആ പദ്ധതി ഇവിടെ പലപ്പോഴും ഫലപ്രദമായിട്ട് അല്ല, ആയുഷ്മാൻ പദ്ധതി ഇവിടെ നടപ്പിലാക്കാതെയാണ് 25 ലക്ഷം രൂപ ഇൻഷുറൻസ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഏർപ്പെടുത്തി ഉമ്മൻചാണ്ടിയെ അവമാനിക്കാനുള്ള ശ്രമമാണെന്നാണ് ഞാൻ തന്നെ കരുതുന്നത്. കാരണം ഈ 25 ലക്ഷം പേർക്ക് ലക്ഷം വെച്ച് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? 25 ലക്ഷം ചെറിയൊരു തുകയല്ലല്ലോ. അല്ല, 25 ലക്ഷം ചെറിയ തുകയല്ലല്ലോ. അപ്പോൾ ഈ 25 ലക്ഷം വെച്ച് വരെ കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആയുഷ്മാൻ പദ്ധതി അനുസരിച്ച് 5 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. അത് പക്ഷേ ഇവിടെ നടപ്പാക്കുന്നില്ല. അത് നടപ്പിലാക്കാതെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഇത്തരം പ്രോജക്ട്സ് നമ്മളിവിടെ നടപ്പിലാക്കുമെന്ന് പറയുന്നത് ഒരു ഇല്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കേന്ദ്രത്തിനെതിരാണല്ലോ അവർ. കേന്ദ്രത്തിനെതിരാണ്. പിണറായിയും എതിരായിരുന്നു, ഇവരും എതിരാണ്. ഇവരിഞ്ഞിപ്പോൾ കൂടുതൽ എതിരാകും. കാരണം ആ മറ്റേ ചെക്കൻ ഇത് രാഹുൽ ഗാന്ധി മോദി വ്യക്തിപരമായിട്ട് തന്നെ ശത്രുവാക്കി മോദിയെ പ്രഖ്യാപിച്ചേക്കുന്ന ആളാണ്. മാത്രവുമല്ല ഈ ഓരോ സ്ഥലത്തും ഇത് കോൺഗ്രസ് ഓരോ സ്ഥലത്തും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം കൂടുകയും ചെയ്യും. ബംഗാളിൽ പോയിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ 2 സീറ്റാണ് ബംഗാളിലുള്ളത്. 2 സീറ്റ്. ആ 2 സീറ്റ് വെച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ എത്ര ഉണ്ടെന്നുള്ള കാര്യം നോക്കണം. 10 ഉണ്ടെന്നാണ് പറയുന്നത്. ആ 10 ഉണ്ടെങ്കിൽ ആ 10ഉം 10ആയിട്ട് പോവുകയോ ഇല്ലയെന്ന് അറിയില്ല. എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ 10 പേർക്ക് 5 പേരെ മന്ത്രിയാക്കിയൊന്ന് വെക്കാം. 5 പേരെ മന്ത്രിയാക്കണമെന്നുണ്ടെങ്കിൽ അത്രയും മുസ്ലിം ലീഗും 2 പേരെ വെച്ചിട്ട് തമിഴ്നാട്ടിൽ ചേരുമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ എന്തായാലും നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങളുടെ പട്ടികയിൽ ഇത് ചെന്ന് പെടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിപ്പോൾ ഇത്രയും പദ്ധതിയൊക്കെ ഇനിയിപ്പോൾ വേറൊരു കാര്യം, ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു നോക്ക്. ട്രാൻസ്പോർട്ട് ഇപ്പം തന്നെ വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. കഷ്ടി ശമ്പളവും പെൻഷനും ഒക്കെ കൊടുത്തു വന്ന ഒരു അവസ്ഥയിലാണ്. ലാഭമില്ലാതെ എങ്ങനെയാണ് അത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുക? ആര് കൊടുക്കും? ഈ സബ്സിഡി ഇപ്പോൾ 100 സ്ത്രീകൾ തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടിക്കറ്റ് ഉണ്ടല്ലോ. ആ ടിക്കറ്റിൻ്റെ കാശ് വരില്ല. ആ ടിക്കറ്റിൻ്റെ എണ്ണ അടിക്കാതെ ബസ് ഓടില്ലല്ലോ. ഡീസൽ അടിക്കണ്ടേ? ഡീസൽ അടിക്കാതെ ബസ് ഓടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ചിലവ് വരില്ല. ഈ ചിലവ് ആര് കൊടുക്കും? എവിടെ നിന്ന് കൊടുക്കും? സർ, നമ്മൾ ചില കാര്യങ്ങൾ വാങ്ങുമ്പോൾ ഏറ്റവും ഒടുവിലുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ് എന്ന് പറയുന്ന പോലെ ചെറിയ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ വലിയ പ്രതിഷേധം വരും. കാരണം ഇത്രയും വാഗ്ദാനങ്ങൾ, മോഹന വാഗ്ദാനങ്ങളെല്ലാം നൽകി, അധികം വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്നതിന് ശേഷം അതൊന്നും നടപ്പിലാക്കാതിരിക്കുന്നൊരവസ്ഥ വരുമെന്ന് എനിക്ക്
വരും എന്നുണ്ടെങ്കിൽ ഇവർക്ക് വലിയ പ്രശ്നം വരും. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങളിത് നടപ്പിലാക്കിയിരിക്കുമെന്നാണ്. പക്ഷേ സാർ ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പം 3 പേർ തമ്മിലുള്ള കൂട്ടയടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട്. അതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ അല്ല, ഇവരെ 3 കാത്തിരിക്കുന്നത്. പേരല്ല, അതിനകത്ത് വേറൊരു ഡിമാൻഡും കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് 3 പേരും നായന്മാരാണ്. നായന്മാരല്ലാത്തവരെ പരിഗണിക്കാത്തത് എന്താണെന്ന് വെച്ചുള്ള ചോദ്യം വന്നിട്ടുണ്ട്. രമേശ് നായരാണ്, KC വേണുഗോപാൽ നായരാണ്, സതീശൻ നായരാണ്. അപ്പോൾ നായന്മാർക്ക് മാത്രമാണോ മുഖ്യമന്ത്രിയാകാൻ ഞങ്ങൾക്കും ആകണ്ടേ എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞ്. അപ്പം നിങ്ങൾ 3 പേര് തമ്മിലുള്ള അടിയല്ല, 300 പേര് തമ്മിലുള്ള അടിയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു ദളിതനെ ഇതുവരെ മുഖ്യമന്ത്രി ആക്കിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് അവിടെ കൊടിക്കുന്നിൽ സുരേഷ് ഇരിക്കുന്നുണ്ട്. ഒരു വനിതയെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞിട്ട് ഷാനിമോൾ ഉസ്മാൻ ഇരിക്കുന്നുണ്ട്. അത് ഇവരുടെ നേതാവിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു. അതെ, ഞങ്ങൾ വനിത. അപ്പം അതുകൊണ്ട് ഈ 3 പേര് തമ്മിലുള്ള അടിയല്ല അവിടെ അടി ഇനി കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നം. പക്ഷെ ഇതവർ ഇങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ എവിടെ നിന്ന് പണം കണ്ടെത്തും എന്നുള്ള കാര്യവും കൂടി അവർ വിശദമാക്കേണ്ടി വരും. ഇപ്പോൾ അവർ അധികാരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പിലാക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്. ഇതിന് പണം വേണ്ടേ? അതായത് ഒരു 100 ദിവസത്തേക്കുള്ള ഒരു പ്രവർത്തന പദ്ധതി, ആ പദ്ധതിയിൽ പോലും നടപ്പിലാക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഹണിമൂൺ പീരീഡ് കഴിയുമ്പോഴേക്കും, ഹണിമൂൺ എന്നല്ല, ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ ഈ പദ്ധതി എവിടെ എന്ന് ചോദ്യം വരും. എല്ലാവരും ചോദിക്കുമല്ലേ ഇപ്പോൾ. അപ്പോൾ അതോടുകൂടി അതിൻ്റെ ഒരു കാര്യത്തിൽ തീരുമാനങ്ങളായി വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.